ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് പൈത്തന്റെ സ്ട്രിങ്ങിനെ പറ്റിയായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അടുത്തൊരു 3-4 എപ്പിസോഡ് ഈ സ്ട്രിങ്ങിനെ പറ്റി തന്നെ ഡിസ്കസ് ചെയ്യും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സ്ട്രിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത് സ്ട്രിങ് എന്താണ്, സ്ട്രിങ് ചെയ്യുന്ന ഡബിൾ കൊട്ടേഷൻ, സിംഗിൾ കൊട്ടേഷൻ, അതേമാതിരി മൾട്ടി ലൈൻ സ്ട്രിങ്, ത്രീ ലൈൻഡ് ഡോഗ് സ്ട്രിങ് ഉണ്ടാക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ, മൾട്ടി ലൈനിൽ ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ലൈസിങ് സ്ട്രിങ്. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രിങ്ങിന് നമുക്ക് പല സ്ലൈസ് ചെയ്തെടുക്കുക. നമ്മൾ ഒരു ഫ്രൂട്ട്സിനെ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കില്ല, അതുപോലെ തന്നെ. അപ്പൊ ഈ രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാം. പോസിറ്റീവ് നമ്പർ വെച്ച് 1, 2, 3 വെച്ച് നമ്മൾ സ്ലൈസ് ചെയ്യാം. നെഗറ്റീവ് ഇൻഡെക്സ്, ഇൻഡെക്സിന്റെ പറയാം. നെഗറ്റീവ് ഇൻഡെക്സ് -1, -2, -1 അങ്ങനെ സ്ലൈസ് ചെയ്യാം. ഓക്കെ, നമുക്ക് പോസിറ്റീവ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യും, നെഗറ്റീവ് അടുത്ത വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. രണ്ടും കൂടി ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ ലെങ്ത് ആയി പോകും മേ ബി. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്ട്രിങ് ഇൻ പൈത്തൺ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്ത് സീക്വൻസ് ഓഫ് ക്യാരക്ടർ, അത് വേർഡ് അല്ല സെന്റൻസ് ഏതാവട്ടെ. അപ്പൊ ഒരു എക്സാമ്പിൾ കൊടുത്ത് മൈ പാഷൻ, കഴിഞ്ഞ വീഡിയോ സെയിം. നമുക്ക് ഞാൻ ഒരു കോട്ട് കൊടുത്തു, ഐ ലവ് ഫെയിലിയർ. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ആ സ്ഥലം ഒന്ന് വായിച്ചോളി. ഈച്ച് ക്യാരക്ടർ ഇൻ എ സ്ട്രിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച് ക്യാരക്ടർ പറഞ്ഞാൽ ഐ സ്പേസ് ലവ്, എൽ, ഒ, വി, ഇ, ഓരോ ക്യാരക്ടറും നമ്മളെ സ്ട്രിങ് ആണിത്. ഓരോ ക്യാരക്ടറും അസൈൻഡ് നമ്പർ, ഒരു നമ്പർ അസൈൻ ചെയ്യും. അപ്പൊ ഓരോ ക്യാരക്ടറിനും നമ്മൾ ഒരു നമ്പർ അസൈൻ ചെയ്യും. അതെന്താണ് നമുക്ക് പറയാം, സ്റ്റാർട്ടിങ് ഫ്രം 0. അപ്പൊ എന്റെ നമ്മൾ ആലോചിക്കണ്ട, സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നാണ്. 0 മുതൽ അങ്ങോട്ട് പോകും. 0, 1, 2, 3, 4, 5, 6, 7 എത്ര വേണേലും പോകും. അപ്പൊ നമ്മളൊരു സ്ട്രിങ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് ലെറ്റർ മുതൽ അങ്ങോട്ട് 0 വെച്ച് അങ്ങോട്ട് ഇൻഡെക്സ് കൊടുക്കും. ഇത് നമ്മൾ എഴുതൊന്നും വേണ്ട, മനസ്സിൽ നമ്മൾ കാണുക. അങ്ങനെയാണ് അതിന്റെ ഒരു ഇൻഡെക്സിങ്. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ എക്സാമ്പിൾ ഐ ലവ് ഫെയിലിയറിന് എക്സാമ്പിൾ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ I0 മൗസ് പോയിന്റർ ആക്കണം. I0 സ്പേസിന് കൊടുക്കട്ടെ. നമ്മൾ ഈച്ച് ക്യാരക്ടർ പറഞ്ഞ സ്പേസ് എല്ലാം കൺസിഡർ ചെയ്യും. സ്പേസിന് 1, L 2, ഓക്ക് 3, വീക്ക് 4, അതങ്ങനെ അസൈൻ ചെയ്ത് ഇങ്ങനെ ലാസ്റ്റ് ഇത് സ്പേസ് വരുന്നതുകൊണ്ടാണ് ഈ ലാസ്റ്റ് ഇന്റെ ഇവിടെ 12 വരാത്തത്. ആക്ച്വലി ഈ ഈക്കുള്ളതാണ് 12. നിങ്ങൾ ഓരോന്നോരോ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കി മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ടൈപ്പിൽ ഫെച്ച് ചെയ്യാം. ഫെച്ച് ചെയ്യാൻ മീൻസ് സ്ലൈസ് ചെയ്ത് സ്ലൈസ് ചെയ്യാൻ മീൻസ് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ ഐ ലവ് ഫെയിലിയർ, അപ്പൊ ഇതിൽ നിന്ന് ഒരു പ്രത്യേക ഒരു പീസ് ഇങ്ങോട്ട് എടുക്കണം. ലവ് എന്നൊരു പീസ് ഇങ്ങോട്ട് എടുക്കണം. അതേമാതിരി അല്ലെങ്കിൽ ഐ മാത്രം എടുക്കണം, അല്ലെങ്കിൽ ഫെയിലിയർ എടുക്കണം, അല്ലെങ്കിൽ ലാസ്റ്റത്തെ ഈ മാത്രം എടുക്കണം, അല്ലെങ്കിൽ എല്ല് മാത്രം എടുക്കണം. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വെച്ച് ചെയ്യാം. ഐ ലവ് ഫെയിലിയർ മൊത്തമായിട്ട് എടുക്കുക, ഐ ലവ് മാത്രം എടുക്കുക, ലവ് ഫെയിലിയർ മാത്രം എടുക്കുക, ലവ് മാത്രം എടുക്കുക. അത് നമ്മളെ ഇഷ്ടമാണ് എങ്ങനെ എടുക്കണം, നമുക്ക് എങ്ങനെ വേണേലും എടുക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് സിംഗിൾ ക്യാരക്ടർ ഫെച്ച് പഠിക്കാം. നമുക്ക് മൾട്ടിപ്പിൾ ക്യാരക്ടർ ആണ്. എന്താ ലവ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ക്യാരക്ടർ ആണ്, ഒന്നിലധികം. L, O, V, E 4 ക്യാരക്ടർ കൂടിയാണ്, മൾട്ടിപ്പിൾ ക്യാരക്ടറുകളാണ്. അതൊരു കേസ്. സിംഗിൾ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ L അല്ലെങ്കിൽ O അല്ലെങ്കിൽ V. നമുക്ക് നോക്കാം സിംഗിൾ ക്യാരക്ടർ ഫെച്ച് എങ്ങനെ. പ്രിന്റ് നമ്മൾ നോർമല് കൺസിഡർ ചെയ്യുന്നത് ജസ്റ്റ് ആ വേരിയബിൾ എന്താണ് അതിൽ സ്റ്റോർ ചെയ്ത് പ്രിന്റ് ചെയ്യാൻ. ഫെച്ച് ചെയ്യൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോട്ടിന്റെ ഉള്ളില് സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ 7 എന്ന് പറയുന്നത് നമ്മളെ ഇൻഡെക്സ് നമ്പർ ആണ്. അപ്പൊ ഇൻഡെക്സ് നമ്പർ എങ്ങനെ കൊടുക്കുക നമുക്കറിയാം, 0 മുതൽ അങ്ങോട്ട് പോകും. അപ്പൊ 0 മുതൽ അങ്ങോട്ട് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ 7 എന്താന്ന് നോക്കാം. 0, 1, 2, 3, 4, 5, 6, 7. അപ്പൊ നമുക്ക് പ്രിന്റ് ചെയ്യല് F ആണ്. നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. F ആണ് പ്രിന്റ് ചെയ്യല്. നോക്കാം നമുക്ക് തന്നെ. അല്ല, ഇതൊന്ന് കഴിഞ്ഞ് സിംഗിൾ കഴിഞ്ഞോട്ടെ. എന്നിട്ട് പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞത് കോട്ടിന് 3 പറഞ്ഞാൽ എന്താ, അപ്പൊ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കൊടുക്കുന്ന ആ നമ്പർ ഉണ്ടല്ലോ, ആ നമ്പർ ഈ കോട്ടിന്റെ ഉള്ളിൽ പോയിട്ട് ആ കറക്റ്റ് ആ ക്യാരക്ടർ ആ ഇൻഡെക്സിൽ ഏതാണ് അത് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പ്രിന്റ് ചെയ്ത് തരും. പ്രിന്റ് നമ്മൾ എക്സ്ട്രാ കൊടുത്തുക്കണം. അപ്പൊ കോട്ടിന്റെ 3 പറയുമ്പോ 0, 1, 2, 3 L, O പ്രിന്റ് ചെയ്ത് വരും. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കേ, മൾട്ടിപ്പിൾ ആണ് നോക്കട്ടെ. നമുക്ക് ഓൺലൈൻ കമ്പയർ ഉപയോഗിക്കുകയാണ്. നോർമലി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ജസ്റ്റ് എന്ത് ചെയ്യാ, ഞാൻ ഇതന്നെ അങ്ങോട്ട് കോപ്പി ചെയ്താണ്ട് അവിടെ എടുക്കുകയാണ്. നമ്മൾ പ്രിന്റ് ചെയ്ത് വരാൻ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇപ്പൊ ഞാൻ എന്താ പറയാ, എന്തായാലും ഒരു വേരിയബിൾ നെയിം നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കില്ല. നമ്മളെ റൂള് ഫോളോ ചെയ്യണം, അത്രേ ഉള്ളൂ. നമ്മളെ റൂൾ ഫസ്റ്റ് വീഡിയോയിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഒരു വേരിയബിൾ നെയിം ചെയ്യുന്നതിന്റെ റൂൾസ് ഒക്കെ. ഞാൻ ആ റൂൾ ഫോളോ ചെയ്താണ്ടുള്ള ഒരു നെയിമാണ് കൊടുത്തത്, മീനിങ് ഇല്ലേ ഇത്. എന്നിട്ട് എന്ത് ചെയ്തു, കോട്ടിന് എന്ത് ചെയ്തു, സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുന്നു.
അതാണ് നമ്മൾ റൂൾ സ്ക്വയർ ബ്രാക്കറ്റ്. ഇനി നമുക്ക് ഏത് ഇൻഡെക്സാണ് വേണ്ടതാണ് കൊടുക്കുക. അപ്പൊ നമുക്കിപ്പോ ഇതിങ്ങനെ എഴുതിയൊക്കെ ഒന്നുമില്ല, നമ്മളെ ഏകദേശം ഇതൊക്കെ നമ്മളൊരു കാൽക്കുലേഷൻ ആയിരിക്കും. നമ്മൾ ഇൻഡെക്സിങ് അങ്ങനെ സിംഗിൾ ഡിജിറ്റ് ഒന്നും ആരും വെച്ച് തരില്ല. നമുക്ക് എന്താ പറയാ, ഇത് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വേറെ സ്ഥലങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അതായത് നമ്മൾ ഡയറക്റ്റ് പോയിട്ട് ഇങ്ങനെ കോട്ടിന്റെ സീറോ ഒക്കെ വേണം അങ്ങനെ ആരും പ്രിന്റ് ചെയ്യില്ല. നമുക്ക് പർപ്പസ് ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കും. പിന്നെ അപ്പൊ തന്നെ എല്ലാം കൂടെ ആലോചിച്ച് കൺഫ്യൂഷൻ ആണ്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, സീറോ പ്രിന്റ് ചെയ്യും. ഇപ്പൊ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും പ്രിന്റ് ആവില്ല. കാരണം എന്താ, നമ്മൾ ഈ കോട്ടിലെ സീറോ എന്ന് പറഞ്ഞ ഈ ഐ ആണല്ലോ ഇത് സീറോ, അതിന് ക്യാരക്ടറിൽ എടുത്ത് വെച്ചിട്ടുള്ളൂ. നമുക്കത് പ്രിന്റ് ചെയ്യണ്ടേ, എന്നാലും നമുക്ക് ആ വേരിയബിളിന്റെ ഉള്ളിൽ എന്താണ് സ്റ്റോർ ചെയ്ത് കാണാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ക്യാരക്ടർ പ്രിന്റ് ചെയ്യും, ഐ പ്രിന്റ് ചെയ്തു. ഇനി ഞാനിത് സീറോ മാറ്റിയിട്ട് എന്താ പറയാ 9 കൊടുത്തു, 9 ആയി. അപ്പൊ നോക്കാം, 0 സ്പേസ് കൂട്ടിയിട്ട് 1 2 3 4 5 സ്പേസ് കൂട്ടി 6 7 8 9 വന്നത് ഐ ആണ്. ഇനി ഞാനിത് എന്ത് ചെയ്തു, 10 ആക്കി. 10 ആക്കിയപ്പോ എന്താ എന്റെ ഐ കഴിഞ്ഞിട്ടുള്ള എല്ല് വരുന്നു, കണ്ടില്ലേ? ഇത്രേ ഉള്ളൂ. നമ്മൾ വെറുതെ 100 അടിച്ചു നോക്കാം എന്താ ഉണ്ടാവുക. അത് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിങ് ഇൻഡെക്സ് ഔട്ട് ഓഫ് റേഞ്ച്. അത് വെച്ച് കഴിഞ്ഞാല് നമ്മളെ നിലവിലുള്ള ആ സ്ട്രിങ് ഉണ്ടല്ലോ, ഐ ലവ് ഫെയിലിയർ, അതിന്റെ മാക്സിമം ഇൻഡെക്സ് എത്ര, നമ്മളിവിടെ എത്ര കൊടുത്തു, 12 തോന്നുന്നു. 12 ആണ്. 12ന്റെ പുറമെ അതിന് അങ്ങനെ ഒരു ഇൻഡെക്സ് ഇല്ല. അതാണ് ഔട്ട് ഓഫ് റേഞ്ച്. ഇതിന്റെ റേഞ്ച് എത്ര, 12ആണ്, മാക്സിമം 12 ഉള്ളൂ. അതിന്റെ പുറത്ത് പോയി, അതുകൊണ്ടാണ് ഔട്ട് ഓഫ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതുപോലെ ഇൻഡെക്സ് എറർ എന്താണ് മനസ്സിലാക്കിക്കോ. ജസ്റ്റ് നമ്മള് ഒരു സ്ട്രിങ് ആണ്, ലിസ്റ്റ് എന്തോ ആവട്ടെ, ആ സ്ട്രിങ്ങിന്റെ ഉള്ളിലുള്ള ക്യാരക്ടർ ആണെങ്കിൽ, ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള ഓരോ വാല്യൂസ് ആണ്. നമ്മളിവിടെ സ്ട്രിങ് ആണ് ഡിസ്കസ് ചെയ്യുന്ന, സ്ട്രിങ് പറയാം എത്ര ക്യാരക്ടർ ഉണ്ട്, ആ ക്യാരക്ടറിന്റെ മാക്സിമം ലെങ്ത്, ഇതിന്റെ മാക്സിമം ലെങ്ത് എത്ര വരുന്നത്, 12ആണ്. ആ 12ന്റെ പുറമെ പോയ ഔട്ട് ഓഫ് ഇൻഡെക്സ് എറർ വരും. അത് നമുക്ക് ഇനി എറർ ഹാൻഡ്ലിങ്, എററിന്റെ ഡിസ്കഷൻ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യും. ഇപ്പൊ അത് ആലോചിക്കണ്ട, ജസ്റ്റ് പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഈ എറർ ഒന്ന് കൺഫ്യൂഷൻ ആവണ്ട. അപ്പൊ നമുക്ക് സിംഗിൾ ഫെച്ച് ക്ലിയർ ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ ഫെച്ച് നോക്കാം. സെയിം കോട്ട് തന്നെ, ഇൻഡെക്സ് സെയിം തന്നെ, 0 മുതൽ 12 തന്നെ. പക്ഷെ നമ്മൾ ഇവിടെ അടിയിൽ മൾട്ടിപ്പിൾ ക്യാരക്ടർ ഫെച്ച് കൊടുത്തു. മൾട്ടിപ്പിൾ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് വേരിയബിൾ നമുക്കറിയാം, കോട്ടാണ്. സ്റ്റാർട്ട് ഇൻഡെക്സ് കോളൻ എൻഡ് ഇൻഡെക്സ്. സിമ്പിളായി ലോജിക്കലി ചിന്തിച്ചാൽ മനസ്സിലാവും നമുക്ക് എവിടുന്നാ വേണ്ടത്. ആദ്യം ഇങ്ങനെ ചിന്തിക്കുക, എവിടുന്നാ വേണ്ടത്, എവിടെ അവസാനിക്കുന്നത്. ചെറിയ റൂൾ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. സ്റ്റാർട്ട് ഇൻഡെക്സ് എൻഡ് ഇൻഡെക്സ്, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ നമുക്ക് ലവ് ആണെങ്കിൽ ആ 2 മുതൽ അങ്ങോട്ട് എഴുതിയാൽ പോരെ, ഈ വരെയുള്ള, അപ്പൊ ലവ് കിട്ടൂലേ. ഫെയിലിയർ ആണെങ്കിൽ എഫ് മുതൽ ഈ വരെയുള്ള ഇൻഡെക്സ് ആണ് കൊടുത്താൽ പോരെ, കൊടുത്താൽ മതി. പക്ഷെ ഇവിടെ ചെറിയൊരു റൂൾ ഉണ്ട്, എന്താ വെച്ചാൽ സ്റ്റാർട്ട് ഇൻഡെക്സ് നമുക്ക് ഏതാ വേണ്ട അതന്നെ കൊടുക്കാം. പക്ഷെ എൻഡ് ഇൻഡെക്സ് അഥവാ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്ന ഇൻഡെക്സ് കിട്ടൂല, അതിന്റെ തൊട്ട മുന്നിലുള്ളതേ കിട്ടുള്ളൂ. അത് റൂളാണ്, അത് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അത് എന്തുകൊണ്ടാണെന്ന് ഓവറായിട്ട് നമ്മൾ ആലോചിക്കണ്ട. സ്റ്റാർട്ട് ഇൻഡെക്സ് ഏത് ഇൻഡെക്സ് ആണോ കൊടുക്കുന്നത് അതന്നെ എടുക്കുക. റൂൾസ് നമ്മൾ ഫോളോ ചെയ്യാണ് പറയില്ല, അത്രേ ഉള്ളൂ. റൂൾസ് എന്തിനാ വന്ന് എന്നാരും ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല, റൂൾസ് അങ്ങനെ. സ്റ്റോപ്പ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ ഇവിടെ നമ്മൾ ലവിന്റെ ഈ വേണമെങ്കിൽ 6 കൊടുക്കുക. അതിന്റെ അർത്ഥം എന്താ, ഇവിടെ നോക്കി എക്സ്ക്ലൂഡ് ദാറ്റ് ഇൻഡെക്സ് ക്യാരക്ടർ. അപ്പൊ ഏതാണ്, നമുക്ക് 6 കൊടുത്തു കഴിഞ്ഞാൽ 6 കിട്ടൂല, 5 കിട്ടുള്ളൂ, 6 വരൂല, എക്സ്ക്ലൂഡ് ചെയ്യും. 12 ഈ വേണമെങ്കിൽ നമ്മൾ 12 കൊടുത്താൽ ഈ കിട്ടൂല, 6 വരെ വരുള്ളൂ. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഇൻഡെക്സ് അവിടെ ഒരു ടെസ്റ്റ് ചെയ്യാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് ഉള്ളത് കൊടുക്കാം, ഈ ലാസ്റ്റത്തെ ക്യാരക്ടർ മാത്രം കൺസിഡർ ചെയ്യേണ്ട, അതിന് മുന്നേ ഉള്ള കിടക്ക് നോക്കിക്കോളൂ. സ്റ്റാർട്ട് ഇൻഡെക്സ് എത്ര, 0. നമുക്ക് വേണ്ട ഐ ലവ് ഈ എത്ര, 5. അപ്പൊ നമ്മൾ എൻഡ് ഇൻഡെക്സ് ഒന്ന് മുന്നിൽ കൊടുക്കണം, 6. അപ്പൊ 0 സ്റ്റാർട്ട് ഇൻഡെക്സും എൻഡ് ഇൻഡെക്സ് 6ഉം കൊടുത്താൽ നമുക്ക് ഐ മുതൽ ലവ് വരെ കിട്ടും, നമുക്ക് 5 വരെ കിട്ടും. ഇനി നമുക്ക് ലവ് മാത്രം വേണം, അപ്പൊ 2 സ്റ്റാർട്ട് ഇൻഡെക്സ് അത് കറക്റ്റായി കൊടുക്കുക, എൻഡ് ഇൻഡെക്സ് 6 തന്നെ, അപ്പൊ എന്താ LOVE 5 വരെ കിട്ടും. ഒന്ന് സ്റ്റോപ്പ് ഇൻഡെക്സ് ഒന്ന് മുന്നോട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. FAI എനിക്ക് അത് മാത്രമാണ്. ഫെയിൽ വേണം, FAIL ഫെയിൽ. അപ്പൊ എഫ് എന്താ, സ്റ്റാർട്ടിങ് ഇൻഡെക്സ് 7, എൻഡ് ഇൻഡെക്സ് എന്താ, ഫെയിലിന്റെ L, അപ്പൊ L 10, അപ്പൊ 11 കൊടുക്കണം, ഒന്ന് മുന്നോട്ട് ചാടി കൊടുക്കണം.
11 വേണമെങ്കിൽ നമുക്ക് ചെയ്തു നോക്കാം. ഇപ്പോൾ ഐ ലവ് ഫെയിലിയർ സെയിം തന്നെ. നമ്മളെന്താ പറഞ്ഞത്, ഒരു സ്റ്റാർട്ടിങ് ഇൻഡെക്സ്, ഇവിടെ ഒരു സ്റ്റാർട്ടിങ് ഇൻഡെക്സും ഇവിടെ ഒരു എൻഡിങ് ഇൻഡെക്സും. ഞാൻ ഇങ്ങനെ സ്പേസ് കൊടുത്തത് എന്താണ് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മൾ ക്ലാരിഫൈ ചെയ്യാൻ തന്നെയാണ്. അപ്പൊ ഇവിടെ ഒരു സ്റ്റാർട്ടിങ് ഇൻഡെക്സും ഉണ്ട്, ഇവിടെ ഒരു എൻഡിങ് ഇൻഡെക്സും ഉണ്ട്. അത് ഓർത്ത് വെച്ചോ. അവിടെ ഒരു സ്റ്റാർട്ടിങ് ഇൻഡെക്സും ഉണ്ട്, ഇവിടെ ഒരു എൻഡിങ് ഇൻഡെക്സും. നിങ്ങൾ കൊടുത്താലും ശരി ഇല്ലെങ്കിലും ശരി, അത് അങ്ങനെയാണ് പൈത്തൺ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്തു, ലവിന്റെ ഇൻഡെക്സ് എത്ര, 2 അല്ലേ, 2 കൊടുത്തു. ഓക്കെ, സ്പേസ് ഒന്നും വേണ്ടല്ല, 2 കൊടുത്തു. ഇവിടെ നമുക്ക് ഇ ആണ് വേണ്ടത്, ലവ് മാത്രം. അപ്പൊ നമ്മൾ ഇ കൊടുത്തു നോക്കുക, എന്താ ഉണ്ടാവുകയാണ്, ഇക്ക് എത്ര, 5. ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കുക. ഇ വന്നില്ല. എന്താ കാരണം അറിയോ, 5 എന്താ ഇ ആണ്. നമ്മളെ സ്റ്റോപ്പ് ഇൻഡെക്സ് ഒന്ന് മുന്നോട്ട് പോകണം. അപ്പൊ 6 കൊടുത്താലേ 5 കിട്ടും. അത് റൂളാണ്, 6 കൊടുത്താലേ 5 കിട്ടും. അത്ര ആലോചിച്ചാൽ മതി. 6 എന്താ, 6 വരുന്നത് സ്പേസ്. അപ്പൊ അതിന്റെ തൊട്ട മുന്നുള്ള ഇ വരെ കിട്ടും. വേണ്ട, കറക്റ്റ് ലവ് കിട്ടും. ഇത്രേ ഉള്ളൂ. സ്റ്റാർട്ടിങ് ഇൻഡെക്സ്, എൻഡ് ഇൻഡെക്സ്. ഞാനിപ്പോ ഇവിടെ എന്ത് ചെയ്തു, 0 മുതൽ 6 വരെ കൊടുത്താൽ എനിക്ക് ഐ ലവ് കിട്ടും. അത് ഞാൻ 0 മുതൽ 5 വരെ കൊടുക്കണ്ടെങ്കിൽ ആ ഇ അങ്ങോട്ട് പോകും. ഐ ലവ് വേണ്ട, ഐ ലവ് ഇ പോയി. കാരണം എന്താ, നമ്മൾ ഇവിടെ വരെ കൊടുത്തു. അപ്പൊ അതിന്റെ തൊട്ട മുന്നത്തെ കിട്ടി. ഇത്രേ ഉള്ളൂ. സിംഗിൾ ഇൻഡെക്സും മൾട്ടി ഇൻഡെക്സും ഈസിയാണ്, മനസ്സിലായില്ലേ? നമുക്ക് എന്താ, മൾട്ടിപ്പിൾ ക്യാരക്ടറിന്റെ എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഞാൻ 2 മുതൽ 5 വരെ, 2 എന്താ എൽ, 5 വരെ എന്താ ഇ. അപ്പൊ എനിക്ക് LOVA കിട്ടുള്ളൂ. ഞാൻ 2 മുതൽ 6 വരെ കൊടുത്താൽ എനിക്ക് ലവ് ഫുള്ള് കിട്ടും. 1 മുതൽ 6 വരെ, 1 മുതൽ 6 വരെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക, ഇവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ഇതിൽ. 1 മുതൽ 6 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടല് സ്പേസ് കഴിഞ്ഞിട്ട് ലവ്. നമുക്ക് കറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ മിസ്റ്റേക്സ് ഒക്കെ നോർമലാണ്. മിസ്റ്റേക്സ് വരണം, നമ്മൾ പഠിക്കുള്ളൂ. മിസ്റ്റേക്സ് വരുമ്പോൾ നമ്മള് ടെൻഷനാണ്. ഇപ്പൊ എന്തായി, ഒന്നെന്താ സ്പേസ്, ഇവിടെ ഒരു സ്പേസ് ഉണ്ടെന്ന് വിചാരിച്ചോ, സ്പേസ് ഇട്ടിട്ട് ലവ്. ഇത് ക്ലിയർ ആയില്ലേ? 1 മുതൽ 6 വരെ, 1 സ്പേസ്, 6 എന്ന് പറയുമ്പോൾ ഈ സ്പേസ്, അതിന്റെ ഇടയിലുള്ള സ്പേസ് ഫസ്റ്റ് ഉണ്ടാവും. അപ്പൊ 1 സ്റ്റാർട്ട് ചെയ്യുന്ന എന്താ, അവിടുന്ന് തുടങ്ങും. എൻഡ് ഇൻഡെക്സ് മാത്രമേ ബാക്ക് പോകും. സ്പേസ് ലവ് കിട്ടും. ഇനി നമുക്ക് ഓക്കെ, ഇതിപ്പോ ഞാൻ അങ്ങോട്ട് ആദ്യം പറഞ്ഞു ഇവിടെ ഒരു സ്പേസ് ഇടുന്നതിനെ പറ്റി. ഞാൻ ഇങ്ങനെ ഇപ്പൊ സ്റ്റാർട്ടിങ് ഇൻഡെക്സും എൻഡിങ് ഇൻഡെക്സും കൊടുത്തുകൊണ്ടുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ആദ്യം നമ്മൾ സിംഗിൾ ഫെച്ച്, ഒറ്റ നമ്പർ ഇൻഡെക്സും, അതിന് ഇൻഡെക്സ് എന്നാ പറയുക, ഒറ്റ ഇൻഡെക്സ് കൊടുത്തു, അത് ഡൗട്ടില്ല. രണ്ടാമത് നമ്മൾ സ്റ്റാർട്ടിങ് ഇൻഡെക്സും എൻഡ് ഇൻഡെക്സും, സ്റ്റാർട്ടിങ് ഇൻഡെക്സ് ഒരു നമ്പർ കറക്റ്റ് കൊടുക്കുക, എൻഡിങ് ഇൻഡെക്സ് ഒന്ന് മുന്നോട്ട് ജമ്പ് ചെയ്ത് കൊടുക്കുക. അത് ക്ലിയർ ആണ്, ഈസിയാണ്. ഇനി നമുക്ക്, ഞാൻ ഇവിടെ ആദ്യം സ്പേസ് ഇട്ട് പറഞ്ഞു, നമ്മൾ കൊടുത്താലും ശരി ഇല്ലെങ്കിലും ശരി സ്റ്റാർട്ടിങ് ഇൻഡെക്സും എൻഡിങ് ഇൻഡെക്സും അവിടെ ഉണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം എന്താ ഉണ്ടാവുക. വേണ്ട, ഐ ലവ് ഫെയിലിയർ. എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ഇൻഡെക്സും ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല, എൻഡിങ് ഇൻഡെക്സും ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ, അത് ഫുള്ളായിട്ട് ഇങ്ങോട്ട് വരും. സ്റ്റാർട്ടിങ് ഇൻഡെക്സും ഫസ്റ്റത്തതും എൻഡിങ് ഇൻഡെക്സ് അതിന്റെ ലാസ്റ്റിന്റെ എൻഡിങ് കൊടുക്കും. അല്ലാതെ നമ്മൾ ലാസ്റ്റത്തേട് പറയുമ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ 6 കിട്ടും എന്നല്ലേ. അത് നമ്മൾ ഇൻഡെക്സ് കൊടുക്കുമ്പോൾ മാത്രം, നമ്മളൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ പൈത്തനോട് പറയുന്നത് അത് ഫുള്ളായിട്ട് ഇങ്ങോട്ട് തന്നാളെ. ആക്ച്വലി ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് നേരിട്ട് ഈ കോട്ട് പ്രിന്റ് ചെയ്താൽ മതി. രണ്ടും സെയിം ആണ്. കാരണം ഈ കോട്ട് പ്രിന്റ് ചെയ്യുന്നതിന് തുല്യം തന്നെയാണ് കോട്ടിന്റെ സ്റ്റാർട്ടും അവസാനം ഇങ്ങോട്ട്, സ്റ്റാർട്ട് മുതൽ അവസാനം വരെ ഇങ്ങോട്ട് തന്നാണ് പറയുന്നത്. പക്ഷെ ഇതിവിടെ ഇങ്ങനെ കാണിച്ചു തന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് വേറൊരു കാര്യം സംസാരിക്കാനുണ്ട്, അത് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം. മൾട്ടി ക്യാരക്ടർ ഫെച്ച് തന്നെ വെച്ചാൽ സിംഗിൾ ക്ലിയർ ആയി. മൾട്ടിപ്പിളില് സ്റ്റാർട്ടിങ് ഇൻഡെക്സും എൻഡിങ് ഇൻഡെക്സും നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് ഒരു ഇൻഡെക്സ് മാത്രം കൊടുക്കാം, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സ്റ്റാർട്ടിങ് ഇൻഡെക്സ് കൊടുക്കുക, എൻഡിങ് ഇൻഡെക്സ് സ്കിപ്പ് ചെയ്യുക. എൻഡിങ് ഇൻഡെക്സ് കൊടുക്കുക, സ്റ്റാർട്ടിങ് ഇൻഡെക്സ് സ്കിപ്പ് ചെയ്യുക. വായിച്ചു നോക്കും. വേരിയബിൾ മോസ്റ്റ് സ്റ്റാർട്ടിങ് ഇൻഡെക്സ് കോളൻ എൻഡ് ഇൻഡെക്സ്, അത് നമ്മളെ നോർമൽ ഫോർമുല. ഇനി നമുക്ക് സ്റ്റാർട്ടിങ് ഇൻഡെക്സ് പറഞ്ഞാൽ സ്റ്റാർട്ട് ഫ്രം ദ ഇൻഡെക്സ് നമുക്ക് അറിയാം. എൻഡ് ഇൻഡെക്സ് ഞാൻ ഒന്നും കൊടുത്തില്ല, അവിടെ എംപ്റ്റി ആക്കിയിട്ട്. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. വേരിയബിൾ നമ്മൾ ഈ ഫോർമുല സ്റ്റാർട്ടിങ് ഇൻഡെക്സ് കോളൻ എൻഡ് ഇൻഡെക്സ്, പക്ഷെ ഇവിടെ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് എംപ്റ്റി, എൻഡിങ് ഇൻഡെക്സ് നമ്മൾ നോർമൽ എന്താ പറയാ, സ്റ്റാർട്ട് ബിഫോർ ദ ഇൻഡെക്സ്, സ്റ്റോപ്പ് ബിഫോർ ദ ഇൻഡെക്സ്. ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം,
സ്റ്റാർട്ടിങ് ഇൻഡെക്സ് എൻഡിങ് ഇൻഡെക്സ് കൊടുക്കുക ഒന്ന് മാത്രം കൊടുത്താലേ ചെയ്യാം. അതെങ്ങനെ നോക്കുക. ഇപ്പൊ ഞാന് ഇവിടെ എക്സാമ്പിൾ ഉണ്ടെന്ന് നോക്കട്ടെ. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ ഉണ്ട്, അത് നോക്കാം. മൾട്ടി ക്യാരക്ടർ ഫെച്ച് വിത്ത് സ്റ്റാർട്ട് ഇൻഡെക്സ്. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ഇൻഡെക്സ് കിടക്കുന്നതെല്ലാം സ്റ്റാർട്ട് ഇൻഡെക്സ് കൊടുത്ത് സൈഡ് എം ടി ആണ്. കോട്ട് സെയിം സ്ട്രിങ് നമ്മൾ എടുത്തിട്ടുണ്ട്, കൺഫ്യൂഷൻ വേണ്ട. രണ്ടെന്താ ലവ്. അപ്പൊ ലവ് മുതൽ ഫുള്ള് ഇങ്ങോട്ട് പോരും. ലവ് ഫെയിലിയർ. അത് സ്റ്റാർട്ടിങ് ഇൻഡെക്സ് അവിടുന്ന് അങ്ങോട്ട് എൻഡ് ഫുള്ള്. കാരണം നമ്മൾ അവസാനം പറഞ്ഞില്ല, കൊടുത്തില്ലാണ്ടെങ്കിൽ പൈതനെ ഫുള്ള് എടുക്കും. അപ്പൊ എവിടുന്ന തുടങ്ങേണ്ടത് പറഞ്ഞു, സ്റ്റോപ്പ് ഇൻഡെക്സ് നമ്മൾ പറഞ്ഞില്ല, ഫുള്ള് കണ്ടെടുക്കും. ഇനി രണ്ടാമത്തെ എന്താ 7, കോഡില് 7 എന്താ എഫ്. അപ്പൊ എഫ് മുതൽ അങ്ങോട്ട് ഫുള്ള് എടുക്കും, ഫെയിലിയർ. പിന്നെ കോഡിൽ 1 എന്താ സ്പേസ്. വീണ്ടും നമ്മളിവിടെ മാറി ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, എഴുതി അങ്ങനെ തന്നെ നോട്ടെ. നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ എന്താ ഡാറ്റ വരിക നോക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി ഒരു ഐഡിയ കിട്ടി ചെയ്ത്. ഒന്നെന്താ സ്പേസ്. അപ്പൊ സ്പേസ് ലവ് ഫെയിലിയർ വരും. ഒന്നെടുക്കും, പിന്നെ നമുക്ക് സ്പേസ് ലവ് ഫെയിലിയറും വരും. ഓക്കെ, അപ്പൊ നമുക്ക് 2 മുതലാണെങ്കിൽ 2 മുതൽ ഫുള്ള്, 7 ആണെങ്കിൽ 7 മുതൽ ഫുള്ള്, 1 ആണെങ്കിൽ 1 മുതൽ ഫുള്ള്. അതുള്ളൂ. സ്റ്റാർട്ടിങ് ഇൻഡെക്സിന് മാത്രമേ ഇവിടെ വാല്യൂ ഉള്ളൂ, എൻഡ് ഇൻഡെക്സ് ഫുള്ള് എടുക്കും. അപ്പൊ എൻഡ് ഇൻഡെക്സ് എന്താ ആലോചിക്കണേ നോക്കുക. സ്റ്റാർട്ടിങ് ഇൻഡെക്സ് നമ്മൾ കൊടുക്കുന്നില്ല. അപ്പൊ സ്റ്റാർട്ടിങ് എപ്പോഴും ഇവിടുന്ന് തുടങ്ങും, 0 തുടങ്ങും. എൻഡിങ് ഇൻഡെക്സിന് മാത്രം ഇവിടെ നമ്മൾ വാല്യൂ സ്റ്റോപ്പ് ചെയ്യുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞതില് സ്റ്റാർട്ടിങ് ഇൻഡെക്സ് മാത്രം പിടിച്ചിട്ട് ഫുള്ള് ഇങ്ങോട്ട് തരുകയാണ്. ഇപ്പൊ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് ഇൻഡെക്സ് ഇങ്ങോട്ട് പിടിക്കുകയാണ്. അപ്പൊ നോക്ക്, സ്റ്റാർട്ട് ഇൻഡെക്സ് നമ്മൾ ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല, സ്പേസ് ഉണ്ട് വിചാരിച്ചോളി. 6 സ്റ്റോപ്പ് ചെയ്യാൻ പറയാം. അപ്പൊ 6 എന്താ സ്പേസ്. അപ്പൊ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യും, ഐ ലവ്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ എന്താ പ്രിന്റ് കോട്ട്. ഇത് ഞാൻ നേരത്തെ അവിടെ കാണിച്ചത്. ഇങ്ങനെ രണ്ട് സൈഡിൽ എം ടി കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി ആ കോട്ട് പ്രിന്റ് ചെയ്യുന്ന പോലെ തന്നെ. ഞാൻ നേരത്തെ അവിടെ കാണിച്ചതില്ല, രണ്ട് സൈഡിൽ സ്പേസ് കൊടുത്താൽ പ്രിന്റ് ചെയ്യാറുണ്ട്. സ്റ്റാർട്ടിംഗ് ഇൻഡെക്സും ഇല്ല, എൻഡിങ് ഇൻഡെക്സും ഇല്ല. അതിനർത്ഥം ഞാൻ ഫുൾ ആയിട്ട് പോകും. അത് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിങ് പ്രിന്റ് ചെയ്യുന്നതിന്റെ സെയിം മീനിങ് തന്നെ. നമ്മൾ ഇവിടെ ഇപ്പൊ എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് കൊടുക്കുന്നില്ല. അപ്പൊ ഈ ഫസ്റ്റത്തെ കേസിൽ 6 സ്റ്റോപ്പ് ചെയ്യും. ഇനി രണ്ടാമത്തെ നോക്കണം, മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് ഇല്ല. അപ്പൊ സ്റ്റാർട്ടിങ് 0 തുടങ്ങും, എൻഡ് മാത്രം നമ്മൾ പറയും 4 എവിടെ വി. അപ്പൊ എന്താ പറയാ, ഐ സ്പേസ് ലോ അവിടെ നിൽക്കും. 4 സ്റ്റോപ്പ് ചെയ്തില്ലേ, 4 എന്താ നോക്കി ഇവിടെ നിൽക്കും. 4 തൊട്ടപ്പുറത്തുള്ള സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ഇത്രേ ഉള്ളൂ. നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് കൊടുക്കും, എൻഡിങ് ഇൻഡെക്സ് കൊടുക്കൂല. സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് ഞാൻ എന്ത് ചെയ്തു അറിയോ, ഒരു 3 കൊടുത്തിയ എന്താണ് നോക്കുന്നത്, ജസ്റ്റ് റൺ ചെയ്ത് നോക്കുക. 3 എന്താ നോക്കുക, 0 സ്പേസിന് 1 കൊടുക്കും, 2 3. അപ്പൊ ഓ വെച്ച് തുടങ്ങും, അല്ല ഓ ഫെയിലിയർ. ഞാൻ എന്ത് ചെയ്തു, സ്റ്റാർട്ട് ഇൻഡെക്സ് ഒരു 8 കൊടുത്തു. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മാത്രം നമ്മൾ പറയുന്നുള്ളൂ, എൻഡിങ് ഫുള്ള് ഇങ്ങോട്ട് തരും. 8 എന്താ 0 1 2 3 4 0 1 2 3 4 5 6 7 8. അപ്പൊ എ മുതൽ കൊണ്ട് വരും. ഞാൻ അത് 10 കൊടുത്തു. 10ാമത്തെ ഏതാ, ഇവിടെ വേഗം നോക്കിയാൽ മതി. 10 L ആണ്, 8 A ആണ്, 10 L ആണ്. അപ്പൊ L മുതൽ കൊണ്ട് വരും, LUR. അപ്പൊ സ്റ്റാർട്ട് ഇൻഡെക്സ് കൊടുത്താൽ അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാം. നമുക്ക് എൻഡ് ഇൻഡെക്സ് കൊടുത്ത് നോക്കുക. ഈ ഇപ്പൊ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സും ഉണ്ട്, എൻഡ് ഇൻഡെക്സും ഉണ്ട്. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഫുൾ ഉണ്ട്. നമ്മൾ സ്റ്റാർട്ട് ഇൻഡെക്സ് ഒന്നും കൊടുക്കണില്ല, എൻഡ് ഇൻഡെക്സ് മാത്രം കൊടുത്തു. എൻഡ് ഇൻഡെക്സ് ഞാൻ എന്ത് ചെയ്താ, ഒരു ജസ്റ്റ് 1 കൊടുത്തു. അപ്പൊ ഇവിടെ നമുക്കൊരു എന്താ പറയാ, 1 ഇൻഡെക്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ, 1 എടുക്കൂല. 1 എത്ര സ്പേസ്, അപ്പൊ 0 മാത്രം. ചുരുക്കി പറഞ്ഞാൽ 0 0 അവസാനിക്കും. അപ്പൊ 0 മാത്രം വരും. 0 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 മാത്രമല്ല, 1 എടുക്കൂലല്ലോ. ഞാൻ ഇത് 2 എടുത്ത് നോക്കുക. 2 എന്താ L. അപ്പൊ നമുക്ക് ആക്ച്വലി ഇവിടെ ഒരു ഐ ലവ് ഒരു സ്പേസ് കൊണ്ട് വന്നില്ലേ. എല്ലും വന്ന്, അല്ല ഐയും വന്ന് സ്പേസും വന്ന്. കാരണം എന്താ, നമ്മൾ 2 പറയുന്നത്, എല്ലാണ് പറയുന്നത്. അപ്പൊ അതിന് മുന്നിലുള്ള 2 വന്നു. അപ്പൊ എന്താ വെച്ചാൽ എൻഡ് ഇൻഡെക്സിനെ മാത്രം കൺട്രോൾ ചെയ്യും, സ്റ്റാർട്ടിംഗ് ഇൻഡെക്സിനെ കൺട്രോൾ. ഇതൊക്കെ നമ്മൾ റിയൽ പ്രോജക്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഇപ്പൊ മനസ്സിലാക്കി വെച്ചാൽ അവിടെ എങ്ങനെ യൂസ് ചെയ്യുന്ന കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അപ്പൊ സ്റ്റാർട്ടിംഗ് നമ്മൾ സിംഗിൾ ഫെച്ച് പഠിച്ചു, സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് നിന്ന് എൻഡ് ഇൻഡെക്സ് വരെ മൾട്ടിപ്പിൾ ഫെച്ച് പഠിച്ചു.
അതിനുശേഷം നമ്മൾ മനസ്സിലാക്കി രണ്ടിലും സ്പേസ് അവിടെ ഒരു എം ടി ഡാറ്റ ഉണ്ട് നമ്മൾ കൊടുത്താലും ഇല്ലെങ്കിലും ഇനി നമ്മളെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എൻഡ് ഇൻഡെക്സ് വരെ വരും. എൻഡ് ഇൻഡെക്സ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ട് മുതൽ ആ എൻഡ് വരെ വരും. അത് സിമ്പിൾ ആണ്, കൺഫ്യൂഷൻ ആവാനില്ല. സ്റ്റാർട്ട് കൊടുത്താൽ സ്റ്റാർട്ട് മുതൽ അതിന് എൻഡ് വരെ ഉണ്ടാവും, എൻഡ് കൊടുത്താൽ സ്റ്റാർട്ട് മുതൽ എവിടെയാണോ എൻഡ് വരെ ഉണ്ടാവും. കൺട്രോളിങ് എവിടെ അവിടെ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് ഇൻഡെക്സിങ് ഇപ്പോൾ 1, 2, 3 കഴിഞ്ഞ് -1, -2, -3 അങ്ങനെ നെഗറ്റീവ് ഇൻഡെക്സിങ് വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റിസർച്ച് ചെയ്ത് നോക്കിക്കോളി. അതിന് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ സ്ലോ ആയിട്ടാണ് വീഡിയോസ് എടുക്കുന്നത്, റഷ് ചെയ്തെടുക്കാൻ താല്പര്യം ഇല്ല, കാരണം നമുക്ക് കൺഫ്യൂഷൻസ് വരേണ്ട വെച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ആളാണ്, അപ്പോ എന്താ പറയാ വീഡിയോസ് വെയിറ്റ് ചെയ്തിരിക്കുക പറഞ്ഞാൽ നമുക്ക് ലോജിക് ഇല്ലല്ലോ, നമുക്ക് പഠിക്കലാണ് മെയിൻ. അപ്പൊ നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡായിട്ട് മുന്നോട്ട് പോകാനുള്ള ട്രിക്സ് ഒക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ടോപ്പിക്സ് ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ റിസർച്ച് ചെയ്ത് കണ്ടെത്തേണ്ട ഒരു കാരണം എന്താ വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് എവിടെയൊക്കെ വായിക്കണം മനസ്സിലാക്കാനുള്ളതൊക്കെ പറഞ്ഞുതരാൻ കഴിയും. പക്ഷെ ഇങ്ങനെ ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ വീഡിയോയിൽ തന്നെ വരണമല്ലോ, അതേ ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ ഫുൾ സപ്പോർട്ട് ചെയ്തുതരും, എവിടൊക്കെയാണ് ബെസ്റ്റ്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതെന്താണ് ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞുതരും. ഫുൾ സപ്പോർട്ട് ഉണ്ടാവും അത്ര തന്നെ. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.